Okay, good afternoon, all of you. All of you mark your attendance. Okay. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പാഠമായിരുന്നു പഠിച്ചു കഴിഞ്ഞത് അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 28 ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതിന്റെ ആക്ടിവിറ്റീസ് പറയാനുണ്ട് അല്ലേ? 28. അബ്ദുൽ കലാം ആസാദിന്റെ പാഠം വായിപ്പിക്കാനുണ്ട് അല്ലേ? കുറച്ച് പേരാ? ഓക്കെ, വായിപ്പിക്കാം. അതിന് മുന്നേ ഈ ആക്ടിവിറ്റീസ് ഒന്ന് പറയട്ടെ കേട്ടോ. ഓക്കെ, അപ്പോ all of you take 28, page number 28. Okay, listen, Abdul Kalam ആസാദിന്റെ ആക്ടിവിറ്റി. ഓക്കെ, അതിൽ ഒന്നാമത്തെ പദപരിചയമാണ് അല്ലേ? പദപരിചയം ഏതൊക്കെയാണ്? കുറച്ച് അധികം പുതിയ പദങ്ങൾ അതിലുണ്ട് അല്ലേ? നമ്മുടെ ലാസ്റ്റ് നമുക്ക് നിഘണ്ടുവിലുണ്ട് കേട്ടോ അതിന്റെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെല്ലാവരും ഇന്ന് തന്നെ അതിന് നോട്ടിലേക്ക് പകർത്തി എഴുതണേ. അപ്പോ ആദ്യ ഫസ്റ്റ് വൺ എന്താണ്? നിശബ്ദം. എന്താ നിശബ്ദത്തിന്റെ അർത്ഥം? ജൊഹാനയാണ് വിളിച്ചത്. ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളത്, എന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ, ജൊഹാനക്ക് പനി കുറവില്ലേ മോളെ? ഇല്ല, തലവേദന ഉണ്ട്. അതെ അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ജോമലിന് പനി ആയതുകൊണ്ട് ആബ്സെന്റ്. ആര്? ജോമലിന്. ഓ അതെയാ, നല്ലോണം ഉണ്ട് മോളെ? അതെ അല്ലേ? ഓ, അപ്പോ അത് ഞാൻ നോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ആദ്യം എന്താണ് നിശബ്ദം അർത്ഥം? എന്താ നിശബ്ദത്തിന്റെ അർത്ഥം? ശബ്ദമില്ലാതെ അല്ലെ? നിശബ്ദം, ശബ്ദമില്ലാതെ. എന്താണ്? പ്രശസ്തി. പ്രശസ്തി, കീർത്തി. പ്രശസ്തി, കീർത്തി. നെക്സ്റ്റ് പ്രയത്നിക്കുക. പ്രയത്നിക്കുക എന്താ അർത്ഥം? ശ്രമിക്കുക. അടുത്തത് ബഹുമതി. ബഹുമതി എന്താ അർത്ഥം? അംഗീകാരം. ബഹുമതി, അംഗീകാരം. അടുത്ത തൂലികാനാമം. എഴുത്തുകാർ രചനകളിൽ സ്വന്തം പേരിന് പകരം വയ്ക്കും അല്ലേ? ഇനി നെക്സ്റ്റ് രൂപീകരിക്കുക. രൂപീകരിക്കുക, ഉണ്ടാക്കുക. ആചരിക്കുക, അനുഷ്ഠിക്കുക. പ്രേരണ, ഉത്സാഹിപ്പിക്കല്. പ്രേരിപ്പിക്കുവാനോ ഉത്സാഹിപ്പിക്കുക അല്ലെ? നെക്സ്റ്റ് സജീവം. സജീവം എന്താണ്? കട്ടായിട്ട് കേൾക്കുന്നത്. മിസ് പറയുന്ന കേൾക്കുന്നില്ല? ഓക്കെ, നല്ല വൃത്തി കേൾക്കുന്നില്ല. ഇവിടെ സൗണ്ട് ഉണ്ടല്ലോ. നെക്സ്റ്റ് എന്താ പറയുന്ന മക്കളെ? അടുത്തത് പ്രാഥമികം. പ്രാഥമികം ആദ്യത്തത്. പ്രാഥമികം ആദ്യത്തെ. വംശജ എന്താണ്? വംശത്തിൽ ജനിച്ചവൾ എന്നർത്ഥം. അപ്പൊ ലാസ്റ്റ് പുതിയ കുട്ടികളോടായിട്ടാ പറഞ്ഞത്. ലാസ്റ്റ് 77 പേജ് നമ്പറിൽ നിഘണ്ടു ഉണ്ട്. അത് വെച്ച് നിങ്ങൾ നോട്ടിലേക്ക് അത് പകർത്തി എഴുതണം. നിഘണ്ടുവിൽ അതിന്റെ അർത്ഥമുണ്ട്. ഓക്കെ, 77 പേജ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്? ഉത്തരം രണ്ടാമത്തെ എന്താ? ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം അല്ലേ? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ഏത്? അല്ലേ? പേജ് നമ്പർ 28. ഷഹുമ കിട്ടിയോ? എന്താണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ഏത് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത്? മിസ് ചോദിക്കുന്നതാണ് മാത്രം ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് അലൻ അതിന്റെ ആൻസർ? ഫസ്റ്റ് വൺ അലൻ മാത്യു. വിദ്യാഭ്യാസ ദിനമായിട്ടാണ്, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ആചരിക്കുന്നത് അല്ലേ? ദേശീയ വിദ്യാഭ്യാസ ദിനം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ ഒന്ന് വായിച്ചേ സിദ്ധാന്തേ.
ആസാദിന്റെ പൂർണ്ണമായ പേര് ഏത്? എന്താണ് ആസാദിന്റെ പൂർണ്ണമായ പേര്? മൗലാന അബ്ദുൽ കലാം. അങ്ങനെയാണോ? നമ്മളതിൽ കുറച്ചുകൂടി വിസ്തരിച്ചാണല്ലോ പറഞ്ഞു തന്നത്. അബുൽ കലാം മുഹയ്യുദ്ദീൻ അഹമ്മദ്. അബുൽ കലാം മുഹയ്യുദ്ദീൻ അഹമ്മദ്. ഓക്കെ, അബ്ദുൽ കലാം മുഹയ്യുദ്ദീൻ അഹമ്മദ് അല്ലേ? ഓക്കെ, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. നെക്സ്റ്റ് മൂന്നാമത്തത്, ആസാദിന് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകാൻ പ്രേരണ ലഭിച്ചത് എപ്പോഴായിരുന്നു? ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയോട് ആസാദിന് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകാൻ പ്രേരണ ലഭിച്ചത് അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഏതെല്ലാം നിലകളിൽ ആസാദ് പ്രശസ്തനായിരുന്നു? ഏതെല്ലാം നിലകളിലായിരുന്നു? എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ, ഒരാൾ പറഞ്ഞാൽ മതി കേട്ടോ. വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം. വിദ്യാഭ്യാസം, കംപ്ലീറ്റ് പറഞ്ഞേ മോളേത്. ഓക്കെ, വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ നിലകളിലാണ് ആസാദ് പ്രശസ്തനായിരുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, ഞാൻ ലീവ് ചെയ്തോട്ടെ? ഓക്കെ ഓക്കെ, ജോഹാനക്ക് ലീവ് ചെയ്യാം. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 1948 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളാണ് ആസാദ് കൈകാര്യം ചെയ്തിരുന്നത്? ഏതായിരുന്നു നവമി? വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം. അത് തന്നെയാണ് ആൻസർ വരുന്നത് അല്ലേ? വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ നിലകളിലാണ് 1948 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയില് ആസാദ് കൈകാര്യം ചെയ്തിരുന്നത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് അബുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? എന്തുകൊണ്ടാ മക്കളെ? എന്തുകൊണ്ടാ? ആരാണ്? നിങ്ങൾ ക്ലാസ് ആദ്യം തന്നെ പേജ് നമ്പർ 28 ആണ്. ഞാൻ ഒരു 15 പ്രാവശ്യം ആദ്യം തന്നെ അത് പറഞ്ഞു. 28. ഓക്കെ, എന്താണ്? വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ആദര സൂചകമായിട്ടാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. എന്താ ആൻസർ? വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ആദര സൂചകമായിട്ടാണ് അല്ലെ അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? 5 ക്വസ്റ്റ്യനും അല്ല 6 ക്വസ്റ്റ്യനും ഓക്കെ അല്ലേ? രണ്ടാമത്തത് ഒറ്റ വാക്കിൽ മാറ്റി എഴുതാന്നാണ്. വംശത്തിൽ ജനിച്ചവൾ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? വംശജ. നെക്സ്റ്റ് പങ്കത്തിൽ ജനിച്ചവൾ. പങ്കജ എഴുതിക്കോ. പങ്കത്തിൽ ജനിച്ചവൾ പങ്കജ. പങ്കം എന്ന് പറഞ്ഞാൽ എന്നാ അറിയില്ലേ? താമര അല്ലേ? ബോർഡിൽ ഒന്ന് എഴുതി തരാം. ഓ എഴുതരാ ഞാൻ. ഓക്കെ, അപ്പോ പങ്കത്തിൽ ജനിച്ചവൾ, പിന്നെ നെക്സ്റ്റ് പത്മത്തിൽ ജനിച്ചവളുണ്ട്. അടുത്ത എന്താ? മഹിയിൽ ജനിച്ചവൾ. ഒന്നുകൂടി പറയോ? പറയാം, ഞാൻ എഴുതിത്തരാം. മിസ് ഒന്നുകൂടി പറയോ? എഴുതിത്തരാം മക്കളെ.
ഓക്കെ, എഴുതിക്കോ. ടെക്സ്റ്റിൽ അന്നേരം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ. നോക്കട്ടെ ഇതിനോണ്ട് എഴുതാനാവൂ. ഫസ്റ്റ് വൺ എവിടെയുണ്ട്? രണ്ടാമത്തെ എന്താ എഴുതണം നമുക്ക്? പങ്കജ. പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. എന്ത് പറ്റി? കേറാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ? ആരൊക്കെ ഇതില് വരക്കുന്ന മക്കളെ? പങ്കജ. നെക്സ്റ്റ് വൺ എന്താ? പത്മത്തിൽ ജനിച്ചവൾ പത്മജ. പത്മത്തിൽ ജനിച്ചവൾ പത്മ. ഇതില് വരച്ച ഞാൻ അടി തരുവേ. തേർഡ് ആക്ടിവിറ്റി. ഒന്നാമത്തെ നമ്മൾ അർത്ഥാണ് പറഞ്ഞത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും, മൂന്നാമത്തെയാണ് ഇത്. ഒറ്റ വാക്കിൽ മാറ്റി എഴുതാം. വംശത്തിൽ ജനിച്ചവൾ, പേജ് നമ്പർ 28. ഓക്കെ, വംശജ. ടെക്സ്റ്റിൽ എഴുതിയാ മതി കേട്ടോ മോളെ, ഇവിടെ എഴുതണ്ടേ. ബോളിൽ ആരോ വരയ്ക്കുന്നുണ്ട്. ആ, മുകളിലാരോ വരക്കുന്നു. അതിൽ തേർഡ് വൺ. മൂന്നാമത്തെ എന്താ? മഹിയിൽ ജനിച്ചവൾ മഹിജ. ഓക്കെ, അപ്പൊ ആദ്യത്തെ വംശത്തിൽ ജനിച്ചവൾ വംശജ, രണ്ടാമത്തത് പങ്കത്തിൽ ജനിച്ചവൾ പങ്കജ, പത്മത്തിൽ ജനിച്ചവൾ പത്മജ, മഹിയിൽ ജനിച്ചവൾ മഹിജ. ഓക്കെ, ഹസ്ന ഷെറിൻ ഇവിടെ വരക്കരുതേ, അടി കിട്ടും. നെക്സ്റ്റ് നാലാമത്തത് എന്താണ്? ആശംസകൾ തയ്യാറാക്കാം എന്നാണ് അല്ലേ? എക്സാമ്പിൾ മാതൃക തന്നിട്ടുണ്ട്. എന്താ? പുതുവർഷം. എല്ലാവർക്കും എന്റെ പുതുവർഷത്തിൽ നമ്മൾ എങ്ങനെയാ എഴുതി മക്കളെ? മൂന്നും സ്ക്രീൻ കാണുന്നില്ല. കാണാത്തെ? കാണുന്നുണ്ടോ മക്കളെ എല്ലാവർക്കും? ഓക്കെ, സ്ക്രീൻ കാണാത്ത എന്തുകൊണ്ടാ? നെറ്റ് ക്ലിയർ ഇല്ലാത്തോണ്ടായിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞോ? എഴുതിയോ മൂന്നും? ഓക്കെ, അപ്പൊ ആദ്യത്തെ വംശത്തിൽ ജനിച്ചവൾ വംശജ, അത് അവിടെ ഉണ്ട് ടെക്സ്റ്റില്. നെക്സ്റ്റ് വൺ പങ്കത്തിൽ ജനിച്ചവൾ പങ്കജ, പത്മത്തിൽ ജനിച്ചവൾ പത്മജ, മഹിയിൽ ജനിച്ചവൾ മഹിജ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഇനി അഥവാ സ്ക്രീൻ കാണാത്തവരുണ്ടെങ്കിലും എഴുതിയെടുക്കുക. പറഞ്ഞില്ലേ മിസ്? നെക്സ്റ്റ് നാലാമത്തത് ആശംസകൾ തയ്യാറാക്കാം എന്നാണ്. അതിലൊന്നാമത്തത് പുതുവർഷം. പുതുവർഷത്തിന്റെ ആശംസ നിങ്ങൾ എങ്ങനെയാ? പുതുവർഷ ആശംസകൾ എന്ന് പറയും അല്ലേ? എല്ലാവർക്കും എന്റെ പുതുവർഷ ആശംസകൾ. നിങ്ങൾ ബർത്ത്ഡേ ആശംസ എല്ലാം വിഷയമില്ലേ? ബർത്ത്ഡേ കാർഡ്, ആശംസ കാർഡ് ഉണ്ടാക്കുന്നില്ലേ? അതുപോലെ തന്നെ എന്ന് നമ്മൾ പറയും ജന്മദിന ആശംസകൾ എന്ന് പറയും അല്ലേ? ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ എന്ത് പറയും? ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ ആ ബർത്ത്ഡേ വിഷസ് അങ്ങനെ ചെയ്യും. ഈ മലയാളത്തിലാവുമ്പോ എങ്ങനെ പറയും? ജന്മദിന ആശംസകൾ എന്ന് പറയും അല്ലേ? അതാണ് പറഞ്ഞത്. ഇവിടെ ഓണാവുമ്പോ എങ്ങനെയാ നിങ്ങൾ എഴുതണ്ടേ? ജന്മദിനവും അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? ഓണത്തിന്റെ
എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓക്കെ, തിരുവോണ ആശംസകൾ അല്ലെങ്കിൽ ഓണാശംസകൾ എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വിവാഹത്തിനാണെങ്കിൽ എന്താ ചെയ്യാ നമ്മള്? എല്ലാവർക്കും എന്റെ വിവാഹ ആശംസകൾ. ആ, നിങ്ങൾ ജന്മദിനാമം നിങ്ങൾക്കല്ലേ നമ്മൾ നേരണ്ടേ? ഓണം പോലെയാണോ? അല്ലോ മക്കൾക്ക് ആദ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. പുതുവർഷം എങ്ങനെയാ? എല്ലാവർക്കുമാണ് ഒരുപോലെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ എന്ന് പറയും. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ഓണത്തിനാകുമ്പോ അങ്ങനെ, ഓണം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഓണാശംസകൾ. നെക്സ്റ്റ് ജന്മദിനാവുമ്പോ എങ്ങനെയാ? ഇപ്പം നിങ്ങൾക്കില്ല ദിവസമായിരിക്കില്ല മിസ്സിന്, അല്ലേ? ഇപ്പൊ നവമിക്ക് ഒരു ദിവസം ബർത്ത്ഡേ ആയിരിക്കും, പക്ഷെ അന്ന് ജൂലിയറ്റിന്റെ ബർത്ത്ഡേ ആയിരിക്കുമോ? അല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ വിഷ് ചെയ്യണ്ടേ? ഇപ്പൊ ജോയലിന്റെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കേ. അപ്പൊ നമ്മൾ എന്താ പറയാ? ജോയലിനെയാണ്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ജന്മദിനാശംസകൾ എന്നാ പറയുക, അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുവോ? എല്ലാവർക്കും എൻ്റെ ജന്മദിനാശംസകൾ എന്ന് പറയരുത്. എന്താ പറയണ്ടേ? നിങ്ങൾക്ക് എൻ്റെ ജന്മദിനാശംസകൾ. ഓക്കെ, അതേപോലെ വിവാഹത്തിന് അതേപോലെ നേരണ്ടേ? എങ്ങനെ? വിവാഹം അവരുടെ ഉണ്ടാവില്ല, നമ്മ അവർക്കല്ലേ നേരുന്നേ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്റെ വിവാഹ ദിനാശംസകൾ. മ്യൂട്ട് ചെയ്യാം. ആയതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യാതെ വെക്കുവാണ്. പക്ഷെ നിങ്ങൾ മ്യൂട്ട് ചെയ്യാൻ ആവശ്യമില്ലാത്ത സമയങ്ങളിലും നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ അൺമ്യൂട്ട് എല്ലാരെയും ഫുൾ മ്യൂട്ട് ചെയ്യാത്തതെന്ന് അറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ, ഒരു പ്രതികരണ ശേഷി ഉണ്ടാവുമല്ലോ കരുതിയ. അപ്പോഴെന്ത് ചെയ്യും? ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും ഒക്കെ നിങ്ങൾ സംസാരിക്കും, അല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എല്ലാവരെയും മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ എഴുതാം. നിങ്ങൾ നാലാമത്തെ എങ്ങനെ എഴുതണ്ടെന്ന് അറിയോ? പുതുവർഷം നിലനിർത്തി എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ എന്ന് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ ഓണം എന്ന് നേരില്ല, ഇനി എഴുതിക്കോ. എന്താ എഴുതേണ്ടത്? എല്ലാവർക്കും എൻ്റെ, ഇത് കളയുന്നേ മക്കളെ, എന്ത് എഴുതണം? എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എഴുതുക. ഫസ്റ്റ് ആ വിട്ടെടുത്ത്. രണ്ടാമത് ജന്മദിനത്തിന്റെ അവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ജന്മദിനാശംസകൾ. അപ്പൊ താഴെ വിവാഹത്തിന് നേരെയാണ് ഇനി എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? നിങ്ങൾക്ക് എൻ്റെ വിവാഹ മംഗളാശംസകൾ, അല്ലേ?
ഉണ്ടടാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ വിവാഹവും ഓണവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അത് ഓണാവുമ്പോ എല്ലാവർക്കും ഉണ്ടാവും, അതേപോലെയല്ല വിവാഹവും ജന്മദിനവും അല്ലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നേരുന്നതാണ്. അതാണ് ഇതിൽ നിന്നുള്ള വ്യത്യാസം. ഓക്കെ, തുറന്നോടാ. ഓക്കെ അല്ലേ? മക്കളെ അത് എഴുതിയെടുക്കേ. ആ സർ, ആ അതെ അതെ. ഓക്കെ ഓക്കെ, 2000. മക്കളെ എഴുതിയോ മക്കളെ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. എഴുതി കഴിഞ്ഞോ? നോക്കി എഴുതിക്കോ. ആ സർ, ആ അത്രേ ഉള്ളൂ സാർ അതില്. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ മക്കളെ, അത് എഴുതിയോ? എഴുതിയോ ജുവൽ? യെസ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി അത് മിസ് വായിക്കാം. വംശത്തിൽ ജനിച്ചവൾ വംശജ, പങ്കത്തിൽ ജനിച്ചവൾ പങ്കജ. അത് വായിച്ചു അല്ലേ? പത്മത്തിൽ ജനിച്ചവൾ പത്മജ, മഹിയിൽ ജനിച്ചവൾ മഹിജ. ഇനി ആശംസകൾ തയ്യാറാക്കാം എന്നാണ് മാതൃക. പുതുവർഷം എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ അല്ലെ? പുതുവർഷത്തിനാകുമ്പോ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ എന്ന് പറയും. ഇനി ഓണത്തിനാകുമ്പോ എല്ലാവർക്കും എൻ്റെ
ഓണാശംസകൾ എന്ന് പറയും. ജന്മദിനാവുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ജന്മദിനാശംസകൾ. അതുപോലെ വിവാഹത്തിനാവുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിവാഹ മംഗളാശംസകൾ. ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞില്ല എത്ര വരെ? നെക്സ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കിയേ. അടുത്ത പേജില് തൂലികാനാമങ്ങൾ ആരുടേതെന്ന് കണ്ടെത്താം. അല്ലേ? തൂലികാനാമങ്ങൾ ആരുടേതെന്ന് കണ്ടെത്താം. അതിൽ ഫസ്റ്റ് വൺ എന്താ മക്കളെ? വായിച്ചു നോക്കിയേ. ഉറൂബ്. ആരുടെ ഉറൂബ്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആർക്കെങ്കിലും അറിയോ ഉറൂബിന്റെ? നവമിക്ക് അറിയാന്നാ പറഞ്ഞേ. എന്താ നവമി? ആരുടേതാ? PC കുട്ടികൃഷ്ണൻ. PC കുട്ടികൃഷ്ണന്റെ ആണല്ലേ. ഓക്കെ, നമുക്കത് എഴുതാം. നെക്സ്റ്റ് അടുത്തത് ആരാന്നറിയോ? വിലാസിനി. കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ മക്കളെ? ഇല്ല. റിലു ആബിദിനെ അറിയാൻ തോന്നുന്നു. ആരുടെ റിലു? ഏത്? ഓക്കെ, ഇത് എഴുതരാം ഞാൻ. മൊത്തം പറഞ്ഞിട്ട് എഴുതാ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഉറൂബ്, PC കുട്ടികൃഷ്ണൻ. ഓക്കെ, നെക്സ്റ്റ് വിലാസിനി, MK മേനോൻ. അടുത്ത കോവിലൻ. ആരുടേതാ? VV അയ്യപ്പൻ. അപ്പൊ എഴുതിയിട്ട് തന്നെ തരാം. അതാണ് നിങ്ങൾക്ക് എഴുത്തില്ലയോ എന്നില്ല ഡൗട്ടാണോ? ഓക്കെ, അപ്പൊ ഇത് ഞാൻ ക്ലിയർ ചെയ്യുന്നേ. അപ്പൊ ഫസ്റ്റ് വൺ ഉറൂബ്. എഴുതിക്കോ. PC. എഴുതാൻ അറിയോ എല്ലാവർക്കും? ഒരു നേരെ ഹൈഫൻ കഴിഞ്ഞ് അവിടെ തന്നെ എഴുതി വെച്ചോട്ടെ മക്കളെ. PC കുട്ടികൃഷ്ണൻ. ഓക്കെ, എഴുതിയ മക്കളെ? PC കുട്ടികൃഷ്ണൻ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് എന്താണ്? വിലാസിനി ആണ് അല്ലേ. വിലാസിനി ആരുടേതാ? MK മേനോൻ. MK മേനോൻ. ഓക്കെ, MK മേനോൻ. അടുത്ത കോവിലൻ ആണ് അല്ലെ. കോവിലൻ. VV അയ്യപ്പൻ. ഓക്കെ, അവര് തൂലികാനാമമാണ് എന്ത്? കോവിലൻ എന്നത്.
VV അയ്യപ്പൻ. നെക്സ്റ്റ് ആരാണ്? മാലി. ആരുടേതാണെന്ന് അറിയോ ആർക്കെങ്കിലും? P മാധവൻ നായർ. ഓക്കെ, ലാസ്റ്റ് വൺ എന്താ? P മാധവൻ നായർ. P ഇനിഷ്യലാണ്. ടോഷിൻ, ടോഷിൻ ഇതൊന്നും എഴുതുന്നില്ലേ? ടോഷിനെ അവിടെ വെറുതെ ഇരിക്കുവാണോ? എഴുതിയോ? എവിടെ കാണിച്ചേ? കുറച്ചും കൂടെ പൊക്കി കാണിച്ചു തന്നെ മിസ്സിനെ അടുത്തോട്ട്. താഴത്ത് എഴുതിയോ? ഇപ്പം മിസ് പറയുന്ന എഴുതിയോ? ഇല്ല. നിങ്ങള് ഈ പറയുന്ന സമയത്ത് തന്നെ അത് എഴുതിയെടുക്കണേ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ തൂലികാ നാമങ്ങൾ ആരുടേതെന്ന് കണ്ടെത്താം എന്നുള്ളതിൽ ഒന്നാമത്തത് ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ. നെക്സ്റ്റ് രണ്ടാമത്തത് വിലാസിനി, MK മേനോനെയാണ്. മേനോന്റെ തൂലികാ നാമമാണ് എന്ത്? വിലാസിനി എന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും പെണ്ണുങ്ങളാണെന്ന് അല്ലേ? വിലാസിനി എന്നത് MK മേനോന്റെ ആണ്. നെക്സ്റ്റ് കോവിലൻ. കോവിലന്റെ എന്താണ്? VV അയ്യപ്പൻ അല്ലെ? കോവിലൻ VV അയ്യപ്പനെയാണ് കോവിലൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് P മാധവൻ നായരുടെ തൂലികാ നാമമാണ് മാലി എന്നത്. ഓക്കെ, മാലി P മാധവൻ നായരുടേത്. ഓക്കെ അല്ലേ? മനസ്സിലായോ മക്കളെ? അപ്പൊ തൂലികാ നാമം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ തൂലികാ നാമമാണ് എന്ത്? എന്താണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ഏത് തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നേ? ഏതാണ് മക്കളെ? അത് പറഞ്ഞപ്പോഴാണ് ഇത് ഇവരുടെ ഒക്കെ തൂലികാ നാമങ്ങൾ നമ്മൾ പറയേണ്ടി വരുന്നത്, പഠിക്കേണ്ടി വരുന്നത്. ആസാദ്. ഓക്കെ, ആസാദ് എന്നതാണ് ആരുടെ? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ തൂലികാ നാമം അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ടെക്സ്റ്റിലുണ്ട് വായിക്കാൻ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഏതൊക്കെ നമുക്ക് ഇപ്പോൾ തൂലികാ നാമങ്ങൾ എന്താണെന്ന് പരിചയപ്പെട്ടത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കവി ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. നെക്സ്റ്റ് വിലാസിനി എന്ന തൂലികാ നാമത്തിലാണ് MK മേനോൻ അറിയപ്പെടുന്നത്. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. ആ ഒരു തൂലികാ നാമത്തിലാണ് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഉണ്ടാവുക. മനസ്സിലായോ? അതാണ്. നെക്സ്റ്റ് മാലി, P മാധവൻ നായരെയാണ് നമ്മള് ഇത് മാലി എന്ന തൂലികാ നാമത്തില് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ അതിന് നേരെ ആ ഹൈഫൻ ഇട്ടതിന് നേരെയാണ് നിങ്ങൾ ഇത് എഴുതി വെക്കേണ്ടത്. ഒന്നാമത്തെ ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, രണ്ടാമത്തെ വിലാസിനി MK മേനോൻ, മൂന്നാമത്തെ കോവിലൻ VV അയ്യപ്പൻ, നാലാമത്തെ മാലി P മാധവൻ നായർ. ഓക്കെ അല്ലേ? അപ്പൊ ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലേ? അങ്ങനെ ഓരോരാൾക്കും ഉണ്ട് തൂലികാ നാമം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ആറാമത്തത്. ഇത് എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ആറാമത്തത് രാജ്യം ആദര സൂചകമായി നൽകുന്ന വിവിധ അവാർഡുകൾ കണ്ടെത്തി എഴുതാം. എന്തൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആദര സൂചകമായി നൽകുന്ന അവാർഡുകൾ ഏതൊക്കെയാണെന്ന് അറിയോ? മിനിറ്റ് ആവും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈമും പോയി അല്ലേ? ഇടയിലിടയിൽ കുറെ പേര് സ്ഥലവും പേജും ഒക്കെ ചോദിച്ച് അങ്ങനെ സമയം പോകും. നമ്മുടെ അഭ്യാസം വരെ ഇന്ന് കഴിഞ്ഞില്ല അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് ഈ ആക്ടിവിറ്റി ഇനിയും ഉണ്ട്. ഇത്ര കുറച്ചും കൂടെ പറയാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാട്ടോ. ടൈം ഈസ് ഓവർ. 1 മിനിറ്റേ ഉള്ളൂ. ഷഹുമക്കൊക്കെ ഉറക്കു തൂക്കുവാനല്ലേ ഷഹുമ? ഓക്കെ, അതുപോലെ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടോ? എനിക്ക്